നമസ്കാരം. 91 ന്യൂസിലേക്ക് സ്വാഗതം. ഓരോ രാജ്യത്തിൻ്റെയും ചാരസംഘടനകൾ ആ രാജ്യത്തിൻ്റെയും സൈനിക ശക്തിയുടെയും ഏറ്റവും വലിയ ബലവും നിർണായക ഘടകവുമാണ്. ശത്രു രാജ്യങ്ങളിൽ കടന്നു കയറി ആൾമാറാട്ടത്തിലൂടെ ആ രാജ്യത്തിൻ്റെ സുപ്രധാന സൈനിക താവളങ്ങൾ, ആയുധ നിർമ്മാണശാലകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, ഉന്നത ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ഇടങ്ങൾ, സൈനിക മേധാവികളുടെ ആസ്ഥാന മന്ദിരങ്ങൾ, മന്ത്രിമാരുടെ ഓഫീസുകൾ, പാർപ്പിടങ്ങൾ, പാലങ്ങൾ, റോഡുകൾ തുടങ്ങി സർവ്വതും അവിടെ നിന്നും ചോർത്തി സ്വന്തം രാജ്യത്തിന് നൽകുക എന്ന ഏറ്റവും സുപ്രധാനമായതും അതീവ സാഹസികവുമായ ജോലിയാണ് ചാരസംഘടനകൾ പ്രധാനമായും ചെയ്യുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ ചില ഓപ്പറേഷനുകൾ പരിശോധിക്കാം. മൊസാദിൻ്റെ ടെൽ അവീവിലെ ഓപ്പറേഷൻ ആസ്ഥാനം ആക്രമിച്ചു എന്നൊക്കെയാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പക്ഷേ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. മൊസാദിന് തന്നെ വിവിധ ഗ്രൂപ്പുകളുണ്ട്. രണ്ടാം ലോക യുദ്ധകാലത്ത് ജൂതരെ കൂട്ടക്കൊല ചെയ്ത ശേഷം നാസി നേതാക്കളെ മൊസാദ് പിന്തുടർന്നിരുന്നു. ഇക്കൂട്ടത്തിൽ ഒരാളായിരുന്ന അഡോൾഫ് ഐക്മാനെ 1960 അർജന്റീനയിൽ നിന്ന് പിടികൂടി അതീവ രഹസ്യമായി ഇസ്രായേലിൽ കൊണ്ടുവന്ന് വിചാരണയ്ക്ക് ശേഷം ഐക്മാനെ തൂക്കിലേറ്റി. 1976 പാലസ്തീൻ വിമോചന മുന്നണി എയർ ഫ്രാൻസ് വിമാനം റാഞ്ചി യുഗാണ്ടയിലെ എൻറ്റബെ വിമാനത്താവളത്തിൽ എത്തിച്ചു. ഇസ്രായേൽ പൗരന്മാർ ഉൾപ്പെടുന്ന 104 യാത്രക്കാരെ വധിക്കുമെന്നായിരുന്നു ഭീഷണി. എന്നാൽ 3700 കിലോമീറ്റർ താണ്ടിയെത്തിയ ഇസ്രായേൽ കമാൻഡോ സംഘം 98 ബന്ദികളെ അപ്പോൾ മോചിപ്പിച്ചു. ഈ സൈനിക നടപടിയിലാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ സഹോദരൻ ജൊനാഥൻ കൊല്ലപ്പെട്ടത്. 1972 പാലസ്തീൻ സംഘടന ബ്ലാക്ക് സെപ്റ്റംബർ മ്യൂണിക് ഒളിമ്പിക് വില്ലേജിൽ അതിക്രമിച്ചു കയറി 11 ഇസ്രായേലി കായിക താരങ്ങളെ കൊലപ്പെടുത്തി. 20 വർഷം നീണ്ട ദൗത്യത്തിൽ ഇതിന് പിന്നിലുള്ള 7 പേരെയും മൊസാദ് വധിച്ചു. 2010 ഹമാസ് സൈനിക മേധാവി മഹ്ദൂദ് അൽ മഹബൂബിനെ ചൈനയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ ദുബായിൽ വെച്ച് മൊസാദ് സംഘം വധിച്ചു. 2004 ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയയെ ടെഹ്റാനിൽ വെച്ച് വധിച്ചതും മൊസാദ് തന്നെയാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ പേജർ ഓക്കി ടോക്കി സ്ഫോടനം നടത്തിയതും മൊസാദ് എന്ന ഇസ്രായേൽ ചാര സംഘടനയാണ്. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ പല കാലങ്ങളിലായി അട്ടിമറിക്കാൻ ശ്രമിച്ചതും ഇതേ മൊസാദാണ്. ഇറാനിലെ പല ഉന്നതരെയും രഹസ്യമായി മൊസാദ് വധിച്ചു. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശക്തി ഘടകമാണ് ചാരസംഘടനയായ മൊസാദ്.